ശ്രീമദ് ഭാഗവതം ക്ലാസ് 253 സ്കന്ധം 10 രണ്ടാമത്തെ ഭാഗത്തിലെ 51 അധ്യായമാണ് യവനവധവും മുചുകുന്ദസ്തുതിയും. ഇപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് ആക്രമിക്കാൻ വലിയൊരു സേനയുമായിട്ട് വരുന്ന കണ്ടപ്പോൾ കൃഷ്ണൻ ജനങ്ങളെയെല്ലാം ആ സ്ഥലത്തു നിന്ന് മാറ്റുന്നു. എന്നിട്ട് ബലരാമനോട് അവരെ സംരക്ഷിക്കാൻ പറഞ്ഞിട്ട് കൃഷ്ണൻ ഒരു മാലയൂട്ടിട്ട് ഒരായുധം എടുക്കാതെ ഇങ്ങനെ പോവുകയാണ്. വലിയൊരു സേനയാണ് നേരിടേണ്ടത്. ആ സേനയെ നേരിടാൻ ഒരു ആയുധവും എടുക്കാതെ പോവുകയാണ്. അങ്ങനെയാണ് കൊല്ലാൻ പോകുന്നത്. ആയുധമൊന്നും വേണ്ട, ചുമ്മാ പോവുകയാണ്. അപ്പോൾ എന്താണ് കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഒന്ന് ശ്രീ സുഗൻ പറയുകയാണ്, നഗരത്തിൽ ബഹിർഗതനായ ഉദിച്ചുയർന്ന സൂര്യനെ പോലെ സുന്ദരനും, കൃഷ്ണനെ പറ്റിയുള്ള വർണ്ണനാണ്. നഗരത്തിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. ഉദിച്ചുയർന്ന സൂര്യനെ പോലെ സുന്ദരനും ശ്യാമളവർണ്ണനും മഞ്ഞപ്പൊട്ടെടുത്തവനും മറ്റേ ശ്രീവത്സം മാറിടത്തിലുണ്ട്, കൗസ്തുഭാഭരണമുണ്ട്. പിന്നെയോ അങ്ങനെ അതിഭംഗിയായിട്ടെല്ലാം പ്രത്യക്ഷപ്പെട്ട ഈ ഭഗവാനെ കണ്ട് ഇവൻ തന്നെയാണ് നാരദൻ പറഞ്ഞ ആൾ എന്ന് ധരിച്ച്, ഇപ്പം നാരദൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പറ്റിയ ഒരാളാടി ഇരിക്കുന്നുണ്ട്. ആര്? കൃഷ്ണൻ്റെ കാര്യം പറഞ്ഞിട്ട് അവൻ തന്നെയാണ് പറ്റിയ ആള്. വേറെ യുദ്ധം നടത്താൻ വേറെ ഒന്നും ഇല്ലാതെ നോക്കി അടക്കുന്ന തരത്തിൽ. ഇപ്പം രണ്ടാം ലോകമഹായുദ്ധത്തിലെ ആ മുസോളിനിയും മറ്റേ പാർട്ടികളും എല്ലാം കീഴടക്കിയിട്ട് അവസാനം ലോകം മുഴുവൻ കീഴടക്കുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയായിരുന്നു, ഉച്ചസ്ഥായിയിൽ. അതിൽ റഷ്യയെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അതേസമയം ആദ്യതമില്ലാതെ നടന്നു പോവുകയാണല്ലോ. ഇത് തന്നെയാണ് ആള് എന്ന് മനസ്സിലായി, കാരണം ആ വേഷഭൂഷാദികളെല്ലാം കണ്ടപ്പം. പക്ഷെ ഒരു കാര്യം, ആയുധമൊന്നുമില്ല, ഒരു ആയുധമില്ലാതെ നടക്കുകയാണല്ലോ. നിരായുധനായ ഇവനോട് യുദ്ധം ചെയ്തേക്കാമെന്ന് ധരിച്ച്, നിരായുധനാണെങ്കിലും അവനോട് യുദ്ധം ചെയ്തേക്കാം എന്ന് ധരിച്ച യവനൻ യുദ്ധത്തിൽ ഇഷ്ടപ്പെടാത്ത തരത്തിൽ ഓടിപ്പോകുന്ന, യുദ്ധവിമുഖനായിട്ട് ഓടിപ്പോകുന്ന, ഒരു യുദ്ധത്തിൽ വിമുഖനായിട്ടുള്ള നിലയിലാണ് ഓടിപ്പോകുന്നത്. ഇവനെ കണ്ടത് കൊണ്ട് ഓടുകയായിരിക്കാം, കാണാതെ വഴിയില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഓടിപ്പോണ്ടാകാം. അപ്പോൾ ഓടിയിട്ട് പോവുകയാണ്. യോഗികൾക്ക് കൂടി പിടികിട്ടാത്തവനായി മായാവിയായ അവനെ, ആ കൃഷ്ണനെ ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ യോഗികൾക്ക് പോലും പിടികൊടുക്കാതെ, യോഗയിലൂടെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിച്ചാൽ പോലും സാധിക്കാത്ത, പിടികൊടുക്കാതെ നടക്കുന്ന ആ മായാവിയായ അദ്ദേഹത്തെ ഇതെല്ലാം അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. നാരദൻ എല്ലാ വിശേഷണങ്ങളും കൊടുത്തിട്ടുണ്ടാവും. എന്ത് ചെയ്തു? കടന്നു പിടിക്കുവാൻ പിന്നാലെ ഓടി. ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിന്നാലെ, യവനനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടി. 7 ഓരോ അടിവെപ്പിലും ഇപ്പം പിടിക്കാം എന്നുള്ള നിലത്തിൽ അടുത്തിലെത്തിയെത്തിയെന്നു. കയ്യിൽ കിട്ടിയിരിക്കുന്നെന്ന് തോന്നലോടെ കൃഷ്ണൻ ഓടിക്കൊണ്ട് ഒരു പർവ്വതത്തിൻ്റെ ഗുഹയിൽ പ്രവേശിച്ചു. ഒരു പർവ്വതത്തിൻ്റെ ഗുഹയിൽ. ചരിത്രമായിട്ട് ബന്ധിപ്പിച്ചിട്ട് നോക്കണം. 8 യദുരാജവംശത്തിൽ പറഞ്ഞ നിനക്ക് ശത്രുവിനെ ഭയന്ന് കൊണ്ടുള്ള ഓട്ടം തീരെ യോജിച്ചതല്ല എന്ന് ഇവൻ വിളിച്ചു പറയാൻ തുടങ്ങി.
കാരണം യദു രാജവംശത്തിൽ പറഞ്ഞ് നിനക്കിങ്ങനെ പേടിച്ചിട്ട് ഓടുന്ന പരിപാടി അത്ര ശരിയല്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് തൊട്ട് പിന്നാലെ എത്തിയെങ്കിലും തൊടുവാനായില്ല. തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓടുന്നത്, പക്ഷെ തൊടാൻ പറ്റുന്നില്ല അദ്ദേഹത്തെ. ഇനി 9 ഭഗവാൻ പർവ്വത ഗുഹയിൽ പ്രവേശിച്ചപ്പോൾ അവനും അതിൽ കടന്നു. ഭഗവാൻ ഒരു പർവ്വത ഗുഹയിൽ പ്രവേശിച്ചു, അവനും അതിൽ കടന്നു. അപ്പോഴവൻ ആദ്യം ഭഗവാനാണ് കയറിയങ്ങ് പോയത്. പിന്നെ ഇവൻ കയറിയപ്പോൾ അവിടെ ഒരു മനുഷ്യനെ കണ്ടു. ഒരു മനുഷ്യൻ അങ്ങനെ കിടക്കുന്നുണ്ട്. 10 ഇവൻ തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന്, എന്നിട്ട് ഇവൻ തന്നെയാണ് എന്നെ കൊണ്ടുവന്നത്. കാരണം മുന്നാലെ ഓടിക്കേറിയതാണ്. അപ്പൊ ഇവൻ തന്നെയായിരിക്കും ഇവൻ ഈ കിടക്കുന്നത്. പക്ഷെ ഇവരിപ്പം കിടക്കുകയാണെങ്കിലും മഹാശുദ്ധനെ പോലെ കിടക്കുന്നത് കണ്ടു. എന്നെ ഓടിപ്പിച്ച് കീഴാത്ത ഗുഹയിൽ കയറ്റി. ഗുഹയിലെത്തിയപ്പോൾ ഇവനിവിടെ കിടക്കുന്നുണ്ട്, ഒരു മഹാശുദ്ധനെ പോലെ കിടക്കുകയാണ്. അപ്പൊ ഇവൻ തന്നെയായിരിക്കും വന്നിട്ട് ശുദ്ധനെ പോലെ ഒരു ഒന്നിനും താല്പര്യമില്ലാത്ത മാതിരി കിടക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ആ കിടക്കുന്ന മനുഷ്യനെ ശ്രീകൃഷ്ണനാണെന്ന് ധരിച്ചു. ആ മൂഢൻ കാലുകൊണ്ട് ആഞ്ഞു ചവിട്ടി. അത് കൃഷ്ണൻ തന്നെയാണ്. അവിടെ പോയിട്ട് ഒന്നും അറിയാതെ പോലെ കിടക്കുകയാണെന്ന് ധരിച്ചുകൊണ്ട് ഒരൊറ്റ ചവിട്ട് വെച്ചു കൊടുത്തു. 11 ഏറെ കാലമായി ഉറങ്ങിക്കിടന്നിരുന്ന ആ മനുഷ്യൻ പതുക്കെ 2 കണ്ണും മെഴിച്ച് നോക്കിയപ്പോൾ ആ കാലയവനെ കണ്ടു. കുറെ കാലമായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ്, കൃഷ്ണനൊന്നുമല്ല. അവിടെ അങ്ങനെ ഗുഹയിൽ കിടക്കുകയാണ്. കുറെ കാലമായിട്ട് അനങ്ങാതെ അങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ഈ ചവിട്ട് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി കണ്ണു തുറന്നു. തൃക്കണ്ണ് തുറന്നു. വേണമെങ്കിൽ തൃക്കണ്ണ് എന്ന് പറയാം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 12 ആ നോട്ടത്താൻ അവനിൽ നിന്നും ഉണ്ടായ അഗ്നിയാൽ. അങ്ങനെ തൃക്കണ്ണ് തുറക്കുമ്പോഴാണല്ലോ എല്ലാം ഭസ്മമാകുന്നത്. ശിവൻ എന്നത് ആറ്റമാണ്. ആറ്റത്തിന്റെ 3ാമത്തെ കണ്ണ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് എന്നുള്ള രശ്മിയാണ്. ആ തൃക്കണ്ണ് തുറന്നാൽ എല്ലാവരും എന്താ ഇപ്പോൾ ഭസ്മമായി. ഇപ്പോൾ അത് പണ്ട് ശിവന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആറ്റം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പറഞ്ഞ ഒരു ഗുഹയിലാണ്. ആറ്റത്തിന്റെ സ്ട്രക്ചർ പഠിച്ചാൽ അറിയാം. ഒരു വലിയ ഗുഹ പോലെയുള്ള കിണർ പോലെയുള്ളതാണ്. അതിൻ്റെ നടുവിലാണ് ന്യൂക്ലിയസ് ഉള്ളത്. ആ ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന ഊർജമാണ് തൃക്കണ്ണായിട്ടെല്ലാം പറയുന്നത്. അത് തുറന്നു കഴിഞ്ഞാൽ എല്ലാം ഭസ്മമായി പോകും. ആ ഒരു തൃക്കണ്ണ് തുറന്നിട്ട് തന്നെയാണ് 2ാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനിൽ ബോംബ് വർഷിച്ചത്. ബോംബ് വർഷിക്കാൻ പിന്നെ ആയുധങ്ങളൊന്നും വേണ്ട, വലിയ ആവശ്യത്തിലെ കൊണ്ടം കിട്ടുകൊടുത്താണ്. ശരീരത്തിന്റെ ബലം കൊണ്ടൊന്നും ആവശ്യമൊന്നുമില്ല. കൃഷ്ണനൊരു പൂമാല ധരിച്ചിട്ട്, പൂമാല എന്ന് പറയുമ്പോൾ നമ്മൾ ഓർബിറ്റുകൾ എന്നല്ല, ആറ്റത്തിന്റെ ഓർബിറ്റലായിട്ട് പണ്ടേ പറയുമായിരുന്നു. ഒരു പൂമാലയെ ധരിച്ചുകൊണ്ടാണ് പോയത്. എന്നിട്ട് ഈ ഗുഹയിലേക്കാണ് ഇവനെ കൊണ്ട് കയറ്റിയത്. ആരെ? ആ വലിയ സേനയെ. അപ്പൊ ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ച അവസരത്തിലാണ് ഇവിടെ പറയുന്നത് ഒരു ഗുഹയിൽ കൊണ്ട് കയറ്റിയത്. ഈ ഗുഹയിലാണ് എന്തുള്ളത്? ആറ്റമാകുന്ന ഗുഹയില്. ആറ്റത്തിന്റെ പടം എടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഗുഹയാണ്. അതിന്റെ നടുവിലാണ് ഒരു ന്യൂക്ലിയസ് ഉള്ളത്. ആ ന്യൂക്ലിയസ് അങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. ഒരു കാലെടുത്ത് ഒരു ചവിട്ട് വെച്ചിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഊർജത്താൽ ജപ്പാനെല്ലാം തവിട്ട് പൊടിയാക്കി. അതോടെയാണ് ആ ശത്രുത ഇല്ലാതായത്. ആ രാജ്യം യുദ്ധം വെച്ച് കീഴടങ്ങിയത്. അതുപോലെ ഇവിടെയും ആ നോട്ടത്തിൽ അവനിൽ നിന്നും ഉണ്ടായ അഗ്നിയാൽ അവൻ വെന്തെരിഞ്ഞു ഉടൻ ചാമ്പലായി.
അപ്പോൾ 13 പരീക്ഷിച്ച് ചോദിക്കുകയാണ്, ഹേ ബ്രഹ്മർഷേ, യവനനെ സംഹരിച്ച ആ വ്യക്തി ആരായിരുന്നു? പേരെന്ത്? ആരുടെ വംശമാണ്? ആരുടെ പുത്രനാണ്? ഏത് പ്രതിഭാസമാണ് അദ്ദേഹം ഉപയോഗിച്ചത്? എന്തിന് ഗുഹയിൽ ഉറങ്ങിക്കിടക്കുന്നു? ഇത് കേട്ടപ്പാട് അതറിയേണ്ട താല്പര്യമായി. അപ്പം ശ്രീ സുഗൻ പറയുകയാണ്, അവൻ ഇക്ഷ്വാകു മഹാരാജാവിൻ്റെ വംശത്തിൽ ജനിച്ചവനാണ്. പണ്ട് സൃഷ്ടിക്രമത്തുണ്ടായതാണ് ആറ്റം. മാന്ധാതാവിൻ്റെ പുത്രനാണ്, ഗുണവാൻ, മുജുകുന്ദൻ എന്നാണ് പേര്. ബ്രാഹ്മണ ഭക്തനാണ്. ബ്രാഹ്മണ ഭക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജ്ഞാനവും, ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ഇതിലേക്കാണ് പോകേണ്ടത്, ന്യൂക്ലിയസിലേക്ക്. ന്യൂക്ലിയസിലൂടെ പോയാലാണ് നമ്മൾ എവിടത്തിലേക്ക് എത്തുക? ആ ശ്രീഹരിയിലേക്ക് എത്തുക. ശാസ്ത്രലോകം എല്ലാം പൊടിച്ച് നോക്കിയിട്ട് അവസാനം ആറ്റത്തിലെ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം എത്തി, എന്നിട്ട് ന്യൂക്ലിയസിലെത്തി. പിന്നെ അതിൻ്റെ അപ്പുറം കിടക്കാൻ പറ്റിയില്ല, ഈശ്വരനെ കാണാൻ പറ്റി, അവർ മതിയാക്കി. അപ്പം ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അവിടത്തേക്കുള്ള ജ്ഞാനമാണ്. അപ്പം ഇവൻ എല്ലാ ബ്രഹ്മജ്ഞാനവും തികഞ്ഞവനാണ്, ബ്രാഹ്മണ ഭക്തനാണ്, ധർമാനുസൃതമായ യുദ്ധം നടത്തുന്നവനാണ്, ധർമ്മത്തിനനുസരിച്ച് യുദ്ധം നടത്തുന്നവനാണ്. ആ മുജുകുന്ദൻ അസുരന്മാരാൽ ഭയന്ന് കഴിയുന്ന ഇന്ദ്രാദി ദേവന്മാരുടെ ആത്മരക്ഷാർത്ഥം അഭ്യർത്ഥിച്ചപ്പോൾ കുറെ കാലം അവരുടെ സംരക്ഷണം നോക്കിയിരുന്നു. പണ്ട് സൃഷ്ടി നടക്കുന്ന കാലഘട്ടത്തിൽ ഇവൻ വളരെ ആക്റ്റീവായിരുന്നു. ആറ്റങ്ങൾ, കാരണം ആദ്യം ഉണ്ടായിരുന്നതാണ് ആറ്റങ്ങളാണ്. അന്ന് റേഡിയോ ആക്റ്റീവ് ആറ്റങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പാലാളി മദനത്തിലെ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം കൂടിയിട്ട് ആറ്റങ്ങളായി രൂപപ്പെടുത്തുമ്പോഴാണ് വിഷങ്ങൾ ഇങ്ങനെ ചീറ്റിയത്. അതാണ് ശിവൻ എന്ന ആറ്റം എടുത്ത് ഓർബിറ്റിൽ വെച്ചത് പാമ്പായിട്ട്. ആ ഊർജമെല്ലാം എവിടെ നിന്ന് വന്നതാണ്? ആദ്യമുണ്ടായ ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന ഊർജം സൃഷ്ടി സമയത്ത്. അപ്പൊ ആ കാലഘട്ടത്തില് ഇവൻ ദേവന്മാരുടെ ദേവന്മാരെന്താണ് ചെയ്യുന്നത്? സൃഷ്ടിക്രമത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഇന്ദ്രാദി ദേവന്മാർ സൃഷ്ടികർമ്മം ചെയ്യുന്ന സമയത്ത് ഈ ആറ്റങ്ങളെല്ലാം, ന്യൂക്ലിയസ് എല്ലാം വളരെ ആക്റ്റീവായിരുന്നു, ദേവന്മാരുടെ പക്ഷത്തായിരുന്നു. അങ്ങനെയാണ് സൃഷ്ടി നടന്നത്. അപ്പം ആ കാലത്ത് അവരുടെ സംരക്ഷണം നോക്കി നടന്നു. പിന്നെ സ്കന്ദനെ ദേവലോകത്തിൻ്റെ സംരക്ഷനായി ലഭിച്ച ശേഷം, ഈ പ്രപഞ്ചം ഉണ്ടായ ശേഷം പിന്നെ ആറ്റങ്ങൾക്ക് വേറെ കാര്യമൊന്നുമില്ല. പ്രപഞ്ചമുണ്ടാകുന്ന കർമ്മത്തിലാണ് ആറ്റങ്ങളും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്, ആറ്റമല്ല. ആദ്യത്തെ സൃഷ്ടിക്രമത്തിൽ ന്യൂക്ലിയസ് ആണ് ആദ്യം ഉണ്ടാകുന്നത്. അത് അൺസ്റ്റേബിൾ സ്റ്റേജാണ്. അത് ഇലക്ട്രോണെല്ലാം ചുറ്റിച്ചിട്ടെല്ലാണ്. അപ്പോൾ ആ സ്റ്റേജ് തന്നെ ചിലപ്പം പൊട്ടും. പിന്നെ വേറെ ആറ്റങ്ങൾ ആദ്യം തോന്നുന്ന മാതിരി കൂടിച്ചേർന്നിട്ട് ന്യൂക്ലിയസ് ഉണ്ടാവുകയാണ്. അതൊന്നും സ്ഥായിയല്ല, പൊട്ടിയെല്ലാം പോകും. അപ്പോൾ ആ കാലഘട്ടത്തിൽ അത് സംഭവിച്ചിരുന്നു. പിന്നെ പ്രപഞ്ചമുണ്ടാകുന്ന സ്റ്റേജ് എത്തിയപ്പോൾ ആറ്റങ്ങളായി മാറിയതിൻ്റെ ശേഷം പിന്നെ അത് സ്വതന്ത്രമായി. അതുകൊണ്ട് പിന്നീട് സ്കന്ദനെ ദേവലോകത്തിൻ്റെ സംരക്ഷനായി ലഭിച്ച ശേഷം മുജുകുന്ദനോട് എന്തു പറഞ്ഞു? രാജാവേ, ജനങ്ങളുടെ പരിപാലനമാകുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും അങ്ങ് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ആറ്റങ്ങളായിട്ടെല്ലാം മാറിയത്. അതുകൊണ്ട് ഇനി മോചിതനായി ഇനി വിരമിച്ചാലും അതിൻ്റെ ശേഷം ന്യൂക്ലിയസ് ഒരു കാര്യത്തിലും പങ്കെടുക്കില്ല. ആറ്റങ്ങളിലെ ന്യൂക്ലിയസ് പിന്നെ ഉറക്കമാണ്. ന്യൂക്ലിയസ്, ആറ്റത്തിൻ്റെ ഗുഹയിൽ ഉള്ള ന്യൂക്ലിയസ് പിന്നെ ഉറക്കമാണ്. ഒരു കർമ്മത്തിലും പങ്കെടുക്കില്ല. കെമിസ്ട്രിയാണ് ഈ കഥ വെച്ച് കാച്ചിയിരിക്കുന്നത്.
പക്ഷെ ഇത് മനസ്സിലാക്കിയ കെമിസ്ട്രി പഠിക്കാത്തവർ ഇങ്ങനെ മനസ്സിലാക്കാനാണ്. എന്തെല്ലോ കഥകൾ പറഞ്ഞിങ്ങനെ നടക്കാം, അല്ലാതെ വേറെ ഒന്നും നടക്കില്ല. കാരണം ആ കാലഘട്ടത്തിൽ വിദേശ ശക്തികളെ നശിപ്പിച്ചത് ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചാണ്. അതാണ് ആ കാലഘട്ടത്തിൽ ആ പൊട്ടിച്ചത് കൊണ്ടാണ് കുറെ ഒതുങ്ങിയത്. അന്നത് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇനി 17 അങ്ങനെ ശത്രുരഹിതമായ സ്വന്തം രാജ്യത്തെ ഭൂമിയിൽ പരിത്യജിച്ച് അങ്ങനെ ആ ആറ്റങ്ങൾ ന്യൂക്ലിയസുകൾ പിന്നെ ആറ്റങ്ങളായി മാറിയിട്ട് എല്ലാവും ഭൂമിയെല്ലാം പരിത്യജിച്ചു. പിന്നെ അങ്ങേക്ക് എന്തുണ്ടായി? ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഭൂമിയും പ്രപഞ്ചമെല്ലാം ആയതിൻ്റെ ശേഷം, അതിനു മുമ്പ് ആറ്റങ്ങളായി മാറി, ആറ്റങ്ങളെല്ലാം ഭൂമിയിൽ നിക്ഷേപിച്ച ശേഷം പിന്നെ അതിന് ആഗ്രഹങ്ങളില്ല. ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് പിന്നെ ഒരു കാര്യത്തിലും ഇടപെടില്ല. ഇങ്ങനെ ആരെങ്കിലും കയറി ചവിട്ടിയാലേ ന്യൂക്ലിയർ ബോംബായിട്ട് പൊട്ടിത്തെറിക്കുള്ളൂ. എല്ലാതെ അവിടത്തോളം അവൻ ഇങ്ങനെ കിടന്നുറങ്ങിക്കോളും ശാന്തമായിട്ട്. 18 അങ്ങയുടെ മക്കളും പത്നിമാരും ബന്ധുക്കളും മന്ത്രിമാരും എല്ലാം കാലധർമ്മം പ്രാപിച്ചു, ഇപ്പോൾ അവരാരുമില്ല. ആദ്യ കാലഘട്ടത്തിൽ ഈ ന്യൂക്ലിയസുകളെല്ലാം വലിയ പ്രശ്നങ്ങളായി മാറിയിരുന്നു. ആദ്യം ന്യൂക്ലിയസ് ഉണ്ടാകുന്ന സമയത്ത് ആറ്റങ്ങളെല്ലാം ന്യൂക്ലിയസ് എല്ലാം ഭയങ്കര ആക്റ്റീവായിരിക്കും. കാരണം അതിൻ്റെ ചുറ്റും ഇലക്ട്രോൺ വന്നപ്പോഴാണ് അത് ന്യൂട്രലായത്. അതിനു മുമ്പ് ഈ ന്യൂക്ലിയസ് എല്ലാം പൊട്ടിത്തെറിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ, ആദ്യം ഉണ്ടാകുന്ന സമയത്ത്. ഇപ്പം ഭാര്യയും മക്കളും എല്ലാം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴെല്ലാം എന്തായി? അവരെല്ലാം നശിച്ചിട്ട് ഇപ്പോൾ അവരാരുമില്ല, അങ്ങിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. അതുവരെ ന്യൂക്ലിയസ് ആണ് എല്ലാത്തിൻ്റെയും പിന്നിൽ നേതൃത്വം ഏറ്റെടുത്തതെങ്കിൽ ഇപ്പോഴാണ് ആരാണ് നിയന്ത്രിക്കുന്നത്? ഇപ്പോൾ അതിബലവാനും സർവനിയന്താവും വിനാശരഹിതനും കാലസ്വരൂപനുമായ ഭഗവാൻ, ഈ പ്രപഞ്ചം ഉണ്ടായതിന് ശേഷം ഭഗവാനാണ് ഇടയൻ പശുക്കളെ കൊണ്ടുപോകുന്നത് പോലെ, ഇടയൻ പശുക്കളെ തള്ളിക്കൊണ്ടുപോകുന്നത് പോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രജകളെ തെളിച്ചു കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഈ ഭഗവാനാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്നത്. ആറ്റം അതിൻ്റെ അകത്ത് ചുമ്മാ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്, അതിൻ്റെ അകത്തുള്ള ശക്തി, അതിൻ്റെ അകത്ത് വലിയ ശക്തിയുണ്ട്. ആ ശക്തി ആര് തന്നെയാണ്? അതിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? ശ്രീഹരി എന്ന ആ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ശക്തി അതിൻ്റെ ഉള്ളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിപ്പോൾ അതിലൊന്നും ഇടപെടില്ല. അതെല്ലാം ബാക്കിയുള്ള ഈ കൃഷ്ണനും ഭഗവാനും എല്ലാം. അതുകൊണ്ട് ദേവന്മാരെന്ത് പറഞ്ഞു? അങ്ങയുടെ സേവന ഇനി വേണ്ട, അങ്ങേക്ക് നന്മ വരട്ടെ, മോശമൊഴിച്ച് മറ്റേത് വരവും വരിച്ചു കൊള്ളുക. അതുകൊണ്ട് എന്തെങ്കിലും വരം വേണ്ടിക്കിൽ ഇത്ര കാര്യം ഇന്ദ്രനെ സഹായിച്ചല്ലോ സൃഷ്ടിക്രമത്തിൽ ഈ ന്യൂക്ലിയസുകൾ. അതുകൊണ്ട് ഇനി വല്ല വരവും വേണ്ടിക്ക് ചോദിച്ചാൽ തരാം, പക്ഷേ മൊഴിച്ച് ഒന്നും ചോദിക്കുക. മോശത്തെപ്പറ്റി മാത്രം ചോദിക്കരുത്. കാരണം ആ മോശം നൽകാനുള്ള കഴിവ് വിഷ്ണുവിനേ ഉള്ളൂ, ദേവന്മാർക്ക് നമുക്കൊരു കഴിവില്ല. അതുകൊണ്ട് മോശമൊഴിച്ച് വേറെ എന്തെങ്കിലും വേണ്ടിക്കിൽ ചോദിച്ചാൽ തരാം. പക്ഷേ എന്തുകൊണ്ടാണ് മോശം കിട്ടാത്തത്? ന്യൂക്ലിയസ് അനങ്ങാണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിന് മോക്ഷമൊന്നും ലഭിച്ചിട്ടില്ല. ആരെങ്കിലും എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ബോംബായിട്ട് അത് പൊട്ടിത്തെറിക്കും. മോശം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, അത് ന്യൂട്രലാണ്, ഒരു ഗുണവുമില്ല. പക്ഷെ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്നതാണ്, അല്ലാതെ മോശം പ്രാപിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് മോശം തരാനൊന്നും പറ്റില്ല. മോശം വന്നു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മോശം തരാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും വരം വേണ്ടിക്കിൽ ചോദിച്ചാൽ തരാം. ദേവന്മാർ പറഞ്ഞു. 21 ഇപ്രകാരം ദേവന്മാർ പറഞ്ഞപ്പോൾ അദ്ദേഹം ദേവന്മാരെ തൊഴുത്
ദേവന്മാരാൽ നൽകപ്പെട്ട ഉറക്കത്തോടെ ഗുഹയിൽ പ്രവേശിച്ചു. പിന്നെയാണ് അത് ഗുഹയിൽ കിടന്നിട്ട് ആറ്റങ്ങളുടെ അകത്തുള്ള ഗുഹയിൽ ന്യൂക്ലിയസിൽ കിടന്നങ്ങനെ ഉറങ്ങാൻ തുടങ്ങിയത്. ഈ ന്യൂക്ലിയർ എനർജി എന്ന സംഭവം അതിൻ്റെ അകത്ത് കയറി ഉറങ്ങാൻ തുടങ്ങി. അതിനെയാണ് ചവിട്ടിയിട്ട് അത് പുറത്തേക്ക് ചാടിച്ചിട്ട് ന്യൂക്ലിയർ ബോംബായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രയോഗിച്ചത്. ഇനി 22. പിന്നെ വേറൊരു വരവും കൂടിയും കൊടുത്തു. നീ അതിൻ്റെ അത് പോയി സുഖമായിട്ട് ഉറങ്ങിക്കോ എന്നുള്ളൊരു വരവും കൊടുത്തു. ആ വരം മാത്രമല്ല കൊടുത്തത്, ബുദ്ധിയില്ലാത്ത വല്ലവരുമാണ് ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുക. യഥാർത്ഥത്തിൽ അന്ന് ന്യൂക്ലിയർ ബോംബൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ അതെല്ലാം കീഴടങ്ങുന്ന അവസ്ഥയിലെത്തിയിരുന്നു. പക്ഷേ ഇത് ചുമ്മാ കൊണ്ട് ഇടേണ്ട, ജപ്പാനിലല്ലേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ജർമ്മനിയിലുള്ള കക്ഷികളെല്ലാം അതിന് മുമ്പേ കീഴടങ്ങി കഴിഞ്ഞിരുന്നു. പിന്നെ വെറുതെ ഒരു ജപ്പാനിൽ കൊണ്ടിട്ടുള്ള ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പം ബുദ്ധിയില്ലാത്ത ആൾക്കാർ കുറേ ജനങ്ങളെ വെറുതെ കൊന്നു തള്ളി. ഇപ്പോഴും അതൊരു ദുഷ്പേരായിട്ടിരിക്കുകയാണ്. അപ്പം ബുദ്ധിയില്ലാത്ത വല്ലവരും നിദ്രയെ ഉണർത്തുന്ന ഇടയ്ക്ക് വെച്ച് അങ്ങയെ ഉണർത്തുകയാണെങ്കിൽ അവൻ അങ്ങയുടെ ഒരു നോട്ടത്താൽ ഭസ്മമായി തീരും. ബുദ്ധിയില്ലാതെ ആരെങ്കിലും ഈ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ഈ എനർജിയെ ഒന്ന് ഉണർത്തി വിടുകയാണെങ്കിൽ അവൻ ഭസ്മമായിട്ട്, അവൻ മാത്രമല്ല ദേശം മുഴുവൻ ഭസ്മമായി, അത് നോക്കുന്ന സ്ഥലം മുഴുവൻ ഭസ്മമായിട്ട് തീരും. ആ ഒരു വഴവും കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി 23. കാലയവനൻ ഈ പ്രകാരം മുചുകുന്ദനാൽ ഭസ്മമാക്കപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണൻ വിവേകിയായ മുചുകുന്ദന് തന്നെ കാട്ടിക്കൊടുത്തു. അപ്പം അതുവരെ പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു, കൃഷ്ണനെ കണ്ടിട്ടില്ല. അപ്പം കൃഷ്ണനെ മുചുകുന്ദന് കാട്ടിക്കൊടുത്തു. കൃഷ്ണൻ എവിടെയാണ് ഉള്ളത്? ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് കൃഷ്ണനാണ് ആറ്റമായിട്ട് മാറിയത്. അപ്പം പക്ഷെ ഇത് ഭൗതിക വസ്തുവാണ്. ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ മായയിലുണ്ടായതാണ്, ഭൗതിക വസ്തുവാണ്. അതിന് കൃഷ്ണനെ മനസ്സിലാക്കാനൊന്നും കഴിവില്ല. അതെല്ലാം ഭൗതിക വസ്തുക്കളാണ്. ഈ ഭൗതിക വസ്തു ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ആ പ്രേരക ശക്തിക്കാണ് ഈശ്വരൻ ബ്രഹ്മം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ശ്രീഹരിയായിട്ട് പറയുന്നത്. അതിവിടെ മുചുകുന്ദന് കാട്ടിക്കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു സംഭാഷണത്തിലൂടെ കുറച്ച് കാര്യങ്ങളെല്ലാം പറയണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം കൃഷ്ണൻ മുമ്പിൽ പോയി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആ രൂപത്തിൽ കണ്ടപ്പം പിന്നെ ആ കൃഷ്ണനെ വർണ്ണിക്കുകയാണ്. അതേപോലെ 24 മുതൽ 27 വരെ ശ്യാമളവർണ്ണൻ, പീതാംബരം ധരിച്ചവൻ, ശ്രീവത്സമാറിലുണ്ട്, കൗസ്തുഭമണിയുണ്ട്, 4 കരങ്ങളുണ്ട്, പിന്നെ വൈജയന്തിമാല, നല്ല തൃക്കണ്ണോടുള്ള നല്ല നോട്ടം, സ്നേഹമുള്ള മന്ദഹാസം മുതലായ ലക്ഷണങ്ങളോടെ അദ്ദേഹത്തെ കണ്ടപ്പോൾ മുചുകുന്ദൻ ചോദിച്ചു, അങ്ങ് ആരാണ്? 28. ഈ കാട്ടിൽ എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്? ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള മുചുകുന്ദനെ ആണ് കൃഷ്ണൻ കാട്ടിക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെന്താ ഉള്ളത്? കാട് മാതിരിയുള്ളൊരു സ്ഥലമാണ്. പർവ്വത ഗുഹയിലാണ്. ഈ പർവ്വത ഗുഹയിലാണ്, പർവ്വതന്മാരിയുള്ള ന്യൂക്ലിയസിൻ്റെ അകത്താണ് ഈ ഉള്ളത്. ധാരാളം മുള്ളുകളുണ്ട്. അതിൽ കുറേ ഓർബിറ്റുകളും മുള്ളുമാതിരിയുള്ള എല്ലാം ഉണ്ട് ആറ്റത്തിൻ്റെ അകത്ത്. കാരണം അതിൻ്റെ അകത്തുനിന്ന് എനർജികൾ പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വരുന്നുണ്ട്. ആറ്റത്തിൻ്റെ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ വരമാരിയുള്ളെല്ലാം കാണാം. അതിൻ്റെ അകത്തുനിന്ന് എനർജി എല്ലാം വരുന്ന ഒരു മുൾച്ചെടി മാതിരിയുള്ളൊരു സ്ഥലമാണ് ആറ്റത്തിൻ്റെ. അത്ര
മറ്റേ ആറ്റത്തിൻ്റെ സ്പെക്ട്രം എടുക്കുമ്പോൾ ഇങ്ങനെ വരകളെല്ലാം കാണും. എന്നിട്ടോ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? താമരം പോലുള്ള കാല് ഇവിടെ എങ്ങനെയാണ് ഈ സ്ഥലത്ത് എടുത്തു വെച്ചത്? ഇനി 29, സർവ തേജോ രാശികളുടെയും തേജസ്സാണ്. അങ്ങ് എല്ലാ രാശികളുടെയും എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ തേജസ്സാണ്. സർവ തേജസ്സിന്റെയും അധിഷ്ഠാനാവായ അഗ്നിയാണ്. അഗ്നി ആരാണോ? കൃഷ്ണനോട് ചോദിക്കുകയാണ്, അങ്ങ് സൂര്യനാണോ, ചന്ദ്രനാണോ, അല്ല വല്ല ദേവേന്ദ്രനുമാണോ? ഇനി 30, ത്രിമൂർത്തികളുടെ ഇടയിൽ പുരുഷോത്തമനായ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങാണ് സാക്ഷാൽ മഹാവിഷ്ണു എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഗുഹാന്തർഭാഗത്തുള്ള ആറ്റത്തിൻ്റെ അകത്തുള്ള അന്ധകാരത്തെ താങ്കളുടെ തേജസ് ഭദ്രദീപം പോലെ അകറ്റുന്നു. ആ ന്യൂക്ലിയസിൻ്റെ അകത്ത് തേജസ്, ആ തേജസ്സാണ് ആര്? ശ്രീഹരി. അതാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. ഈ ആറ്റത്തിലുള്ള ഊർജം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാതെയാണ്, എല്ലാം ഭസ്മമാക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ പിന്നിലുമുള്ള ആറ്റത്തിൻ്റെയും ഏതിൽ നിന്നാണ് ഉണ്ടായത്? ഈ ശ്രീഹരിയിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ തേജസ് എത്രയായിരിക്കും? ആ തേജസ്സിൻ്റെ അടുത്ത് ഇതെല്ലാം നിഷ്ഫലം. അപ്പോൾ എന്ത് തന്നെയായിരിക്കണം? ആദ്യമുണ്ടായ ആ ശ്രീഹരി ബ്രഹ്മം തന്നെ ആയിരിക്കണം. ഇനി കേട്ട് മനസ്സിലാക്കാൻ താല്പര്യമുള്ള എന്നോട് സമ്മതമാണെങ്കിൽ ജന്മം, കർമ്മം, ഗോത്രം എന്നിവ കപടതയില്ലാതെ പറഞ്ഞു തരിക. പറയാൻ മനസ്സുണ്ടെങ്കിൽ എനിക്കിതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഈ സംഭാഷണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ മുമ്പിൽ വന്ന് നിന്നെന്നെല്ലാം പറയുന്നത്. അത് കഥയിലൂടെ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, വളരെ കാലം ഉറക്കമില്ലാതെ കഴിയുകാലം, കുറേ കാലം ഉറക്കമില്ലാതെ കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? ആ സൃഷ്ടി സമയത്ത് ഇന്ദ്രനോടുകൂടി പ്രപഞ്ചം സൃഷ്ടിക്കേണ്ട സമയത്ത് ഉറക്കമൊന്നുമില്ല, ഭയങ്കര ആക്റ്റീവായിരുന്നു ന്യൂക്ലിയസുകൾ. കാരണം ആറ്റത്തിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം കൂടിയിട്ട് ന്യൂക്ലിയസ് ഉണ്ടായി. പിന്നെ ന്യൂക്ലിയസ് ആണ് ഇലക്ട്രോണ് ചുറ്റിയിട്ട് ആറ്റങ്ങളായി മാറിയത്. അതുവരെയുള്ള ആ കർമ്മത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഉറക്കമില്ലാതെ നിൽക്കുകയായിരുന്നു. കഴിഞ്ഞപ്പോൾ തളർന്നു പോയവനും, ഉറക്കമില്ലാതെ അന്ന് വളർത്തിയതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. ഉറക്കത്തിൽ ഇന്ദ്രിയ ശക്തി നഷ്ടപ്പെട്ടു വരും. ഇപ്പം കിടന്നിട്ട് ഉറങ്ങിയാണ്. ആ പ്രപഞ്ചം ഉണ്ടായതിൻ്റെ ശേഷം, ആറ്റങ്ങൾ ഉണ്ടായതിൻ്റെ ശേഷം പിന്നെ അതിന് റെസ്റ്റാണ്. ഇങ്ങനെ ഏത് സമയം അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങിയാണ് ആ ശക്തി. അതുകൊണ്ട് ഇന്ദ്രിയ ശക്തിയെല്ലാം നശിച്ചു പോയി. ആയ ഞാൻ ജനബാധയില്ലാത്ത സ്ഥലത്ത്, ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് ആരും വരില്ല. ഞാൻ ഒറ്റക്കാണ്, ഇവിടെ ഒരുത്തരും കയറി വരില്ല. ന്യൂക്ലിയസിൻ്റെ അകത്ത് ആർക്കും കയറാൻ പറ്റുമോ? കെമിസ്ട്രി പഠിച്ചവർക്കറിയാം, ന്യൂക്ലിയസിൻ്റെ അകത്ത് അങ്ങനെ ആർക്കും വലിഞ്ഞു കയറി കയറാനൊന്നും പറ്റില്ല. അപ്പോൾ ജനബാധയൊന്നുമില്ലാതെ, കഥയിൽ വരുമ്പോൾ ജനങ്ങളില്ലാത്ത സ്ഥലത്ത് നിന്നെല്ലാം തട്ടിവിടും. ഇഷ്ടം പോലെ കിടന്നുറങ്ങുകയായിരുന്നു. അങ്ങനെ ഉറങ്ങിക്കിരിക്കുമ്പോഴാണ് ഏതോ ഒരുത്തം വന്ന് എന്നെ തട്ടി എഴുന്നേൽപ്പിച്ചത്. അങ്ങനെ ഞാൻ സുഖമായിട്ട് കയറി ഇറക്കുമ്പോഴാണ് എന്നെ വന്ന് ഒരുത്തം കുത്തി ഇറക്കിയാണ്. ന്യൂക്ലിയസിൻ്റെ അകത്ത് ബോംബാർഡ് ചെയ്യുമ്പോഴാണ് അത് ന്യൂക്ലിയർ ബോംബായിട്ട് പൊട്ടിത്തെറിക്കുന്നത്. അപ്പം ഏതോ ഒരുത്തം വന്ന് എന്നെ കുത്തി ഇറക്കി. അവനാകട്ടെ തന്നെ സംബന്ധിച്ച പാപത്താൽ ഭസ്മമായിരിക്കാം. അവനെന്തോ പാപം ചെയ്തിട്ട് അതുകൊണ്ട് എന്നെ കൊണ്ടെന്തായി? ഭസ്മമായി. അതിനുശേഷം ആണ് ശത്രുനാശകനായ താങ്കൾ മുന്നിൽ കാണപ്പെട്ടത്. അതിനുശേഷമാണ് ഞാൻ അങ്ങേ എൻ്റെ മുമ്പിൽ കണ്ടത്. അങ്ങയുടെ പ്രഭാവത്താൽ എനിക്ക് അധിക നേരം അങ്ങയെ നോക്കി നിൽക്കാനാവില്ല.
കാരണം ഈ ആറ്റങ്ങൾ ഉണ്ടായിരിക്കുന്ന ആറ്റത്തിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ എല്ലാ സ്ഥലവും ചുട്ടുകരിക്കാൻ കഴിയുന്ന ഊർജം അതിൻ്റെ അകത്തുണ്ട്. അവനാണ് ഉറങ്ങിക്കിടക്കുന്നവൻ. പക്ഷേ അതേതിൽ നിന്നുണ്ടായത്? ഈ ആറ്റങ്ങളെല്ലാം ഭൗതിക വസ്തുക്കളാണ്. അതേതിൽ നിന്നുണ്ടായതാണ്? ശ്രീഹരിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിൽ നിന്ന്, നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ തേജസ് എത്രയായിരിക്കും? ആ തേജസ്സിൻ്റെ മുന്നിൽ എനിക്ക് അധിക സമയം നിൽക്കാൻ പറ്റില്ല. ശാരീരികളുടെ ഇടയിൽ ഭവാൻ ആദരണീയനാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ ഘടനകളെല്ലാം തന്നെയാണ് ഇതിലൂടെ, ഈ സംഭാഷണത്തിലൂടെ നമ്മൾ പറഞ്ഞു തരാൻ തോന്നുന്നത്. പക്ഷേ കെമിസ്ട്രി പഠിക്കാത്തവർക്ക് ഇതെല്ലാം പറഞ്ഞാൽ എവിടെ മനസ്സിലാകാനാണ്? ഇപ്പം ഭാഗവതമായാലും വേദങ്ങളായാലും ആ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയെങ്കിലും മാത്രമേ ഇതിൻ്റെ അകത്ത് കയറി കടക്കാൻ പറ്റുള്ളൂ. 100% വേദങ്ങൾ കടക്കണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ സയൻസും അറിഞ്ഞുകൊണ്ട് കയറണം. അവരവർക്ക് അറിയുന്ന വിഷയങ്ങൾ കുറേയെല്ലാം മനസ്സിലാക്കാമെന്നല്ലാതെ നമ്മൾ അറിയാത്ത വിഷയങ്ങളൊന്നും വേദത്തിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് എത്രമാത്രം ജ്ഞാനമുണ്ടോ അത്രയും വേദത്തിലേക്ക് കയറുമ്പോഴും നമുക്കതിൻ്റെ അർത്ഥം കിട്ടുക, അല്ലെങ്കിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറ്റും. ഇപ്രകാരം 36 ഇപ്രകാരം രാജാവിനാൽ സംഭാഷണം ചൊല്ലപ്പെട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു. ഇപ്രകാരം രാജാവ്, ഇദ്ദേഹം രാജാവാണ്. കാരണം പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ന്യൂക്ലിയസ് ആണ് ആദ്യം പങ്കെടുത്തിരിക്കുന്നത്. ഇപ്പം കൃഷ്ണനെ പറ്റി എന്തോ പറഞ്ഞു കൊടുക്കാനല്ലേ പറഞ്ഞത്? എൻ്റെ ജന്മവും കർമ്മവും നാമവും അസംഖ്യമാണ്. ഞാൻ ജനിച്ച എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയും ജന്മങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലാതെ മത്സ്യം, കൂർമ്മം, വരാഹം ഒന്നും അല്ല. കാരണം ഈ പറഞ്ഞ ഞാനായതും അത് തന്നെയാണ്, കേൾക്കുന്ന ആൾക്കാരും ആയതും ആ ബ്രഹ്മം തന്നെയാണ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? അപ്പം എൻ്റെ ജന്മവും കർമ്മവും, ഞാൻ ചെയ്യുന്ന കർമ്മം ഈ പറയുന്ന കർമ്മവും അങ്ങ് തന്നെയാണ് ചെയ്യുന്നത്. കേൾക്കുന്നവർ ചെയ്യുന്ന കർമ്മവും അങ്ങ് തന്നെയാണ് ചെയ്യുന്നത്. നാമം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേരുണ്ട്, കേൾക്കുന്നവർക്ക് എത്ര പേരുകളുണ്ട്. അങ്ങനെ പല പേരുകളുണ്ട്. അപ്പം ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം പേരും അങ്ങയുടേതാണ്, അസംഖ്യമാണ്. അത് എന്നാൽ കൂടി കണക്കാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. ഞാൻ പോലും വിചാരിച്ചാൽ, ആര് കൃഷ്ണൻ പറയണം, ഞാൻ പോലും വിചാരിച്ചാൽ ഞാൻ എത്ര ജനിച്ചിട്ടുണ്ട്, എന്തെല്ലാം കർമ്മങ്ങളുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരാൾ 38 അനേക ജന്മങ്ങൾ കൊണ്ട് ഭൂമിയിലെ മണൽ തരികളെല്ലാം എണ്ണി തീർത്തു എന്ന് വെച്ചോ. കുറേ ജന്മം എടുത്തിട്ട് ഭൂമിയിലെ മണ്ണിൻ്റെ തരികൾ ഇങ്ങനെ എണ്ണിയെടുത്തിട്ട് പറ്റിയാലും എൻ്റെ കർമ്മവും ജന്മവും ഗുണങ്ങളും എണ്ണിത്തീർക്കാനാവില്ല. അപ്പം കൃഷ്ണൻ ആരാണ്? ഞാൻ കൃഷ്ണൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് ശ്രീഹരി. സൈലന്ത്രയും ശ്രീഹരി തന്നെ. ആ വിശാലമായ അർത്ഥത്തിലാണ് കൃഷ്ണനെ കണ്ടത്. അല്ലാതെ കൃഷ്ണനെ ഇങ്ങനെ ഏതോ ഒരു കൈമൽ ഒരു കുട്ടീനെ പോലെ കൊണ്ട് നടന്ന് കുളിപ്പിച്ച് രാവിലെ എണീപ്പിച്ച് മുട്ടി എണീപ്പിച്ച് കുളിപ്പിച്ച് പാലും പഴങ്ങളെല്ലാം കൊടുത്ത് കുറച്ച് നേരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം കിടത്തി ഉറക്കി ഉച്ചയ്ക്ക് ശേഷം ആദ്യം വിളിച്ചിട്ടിപ്പിച്ച് ഇതല്ലേ ഇവിടെ പറഞ്ഞത്. ഇനി 39 യോഗീശ്വരന്മാർ, അതായത് ഋഷികൾ 3 കാലങ്ങളിലുമുള്ള എൻ്റെ ജന്മകർമ്മങ്ങളെ അനുക്രമം വർണ്ണിച്ചിട്ട് അറ്റം കാണാതെ ഇരിക്കുന്നു. ഋഷികൾ പോലും എഴുതി വച്ചിട്ടുണ്ട് കുറേ ഗ്രന്ഥങ്ങളിലൂടെ. 3 വേദങ്ങളും മറ്റേ ഇതുമെല്ലാമായിട്ട് എല്ലാം അതിനകത്തുള്ള വസ്തുക്കളെല്ലാം തന്നെ എന്താണ്? അഗ്നിയെല്ലാം സൂര്യൻ, അങ്ങനെ പല തരത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. 30 കോടി എന്നെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടും അവർക്ക് പോലും അറ്റം കാണാതെ മതിയാക്കിയിരിക്കുകയാണ്. ആര്? ഋഷികൾ പോലും.
അത്രയും ജന്മം ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഈ മത്സ്യം കൂർമ്മം വരാറും ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മളെല്ലാം അത് തന്നെയാണ്, ആ ശ്രീഹരി തന്നെയാണ്. അതേ അന്ന് ഉണ്ടായിട്ടുള്ളൂ, അതാണ് നമ്മളായി മാറിയത്. വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നുമില്ല, അന്ന് അതേ ഉള്ളൂ. അപ്പം അതിന് തന്നെ ഞാനാകാനേ പറ്റൂ, അല്ല വേറൊന്നും എടുത്തിട്ട് എന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ച് ലളിതമായിട്ട് ചിന്തിച്ചു നോക്കൂ. ഇനി 41 എങ്കിലും ഇപ്പോഴത്തെ എൻ്റെ കർമ്മത്തെ പറഞ്ഞു തരാൻ കേട്ടോളൂ. എന്നാൽ ഇപ്പോഴെനിക്ക് കുറച്ച് കർമ്മമുണ്ട്, അത് പറഞ്ഞു തരാം, കേട്ടോളൂ. ധർമ്മ സംരക്ഷിക്കുന്നതിന് ഭൂമിയുടെ ഭാരമായി തീർന്ന അസുരന്മാരുടെ നാശത്തിനും ബ്രഹ്മാവിൻ്റെ ആവശ്യപ്രകാരം വസുദേവരുടെ യദുവംശത്തിൽ അവതരിച്ചു. അതിനാൽ വാസുദേവൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ കഥയിൽ വേണമെങ്കിൽ ഇങ്ങനെ യദുവംശം എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോകം കൊളോണിസത്തിൻ്റെ ആ കാലഘട്ടത്തിൽ രണ്ടായി തിരിയുന്നു. ലോകത്തിൻ്റെ ഒരു ഭാഗത്തിലുള്ളതാണ് യദുവംശം. കംസനായി ജനിച്ച കാലനേമിയെ വധിച്ചു. സജ്ജനദോഷികളായ പ്രലംബനാദികളെയും വധിച്ചു. ഇപ്പോഴ് അങ്ങയുടെ ദൃഷ്ടിയാൽ കാലയവനും മരിച്ചു. അങ്ങനെയുള്ള ഞാൻ അങ്ങയ്ക്ക് അനുഗ്രഹം ചെയ്യുവാനായി ഈ ഗുഹയിൽ വന്നതാണ്. അങ്ങയ്ക്ക് എന്തെങ്കിലും അനുഗ്രഹം വേണ്ടിക്കിൽ അത് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഗുഹയിൽ വന്നിരിക്കുന്നത്. ഇവിടെ ആറ്റത്തിൻ്റെ അകത്തേക്ക്, ന്യൂക്ലിയസിലേക്ക്. കാരണം ആ ഭയങ്കരമായ നാട്ടിൽ ജനങ്ങളെല്ലാം ശത്രുക്കളെല്ലാം ഉണ്ടായപ്പോൾ ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടപ്പോൾ എല്ലാ പരിപാടിയും തീർന്നല്ല, എല്ലാം ക്ലീൻ ആയല്ല. അതുകൊണ്ട് ആ നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അനുഗ്രഹം ചെയ്യാം. നന്ദി എന്തെന്ന് നടക്കേണ്ട എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഞാൻ കയറി വന്നതാണ്. മുമ്പ് അങ്ങ് എന്നെ വളരെ പ്രാർത്ഥിച്ചിരുന്നു. മുമ്പ് അതായത് പണ്ട് സൃഷ്ടി സമയത്ത് അത് വളരെയധികം കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ആറ്റങ്ങളായിട്ട് മാറിയത്. ന്യൂക്ലിയസ് വളരെയധികം ത്യാഗങ്ങളെല്ലാം സഹിച്ചിട്ടാണ് ആറ്റങ്ങളായി മാറിയത്. ആ സമയത്ത് ശ്രീഹരിയെ ആശ്രയിച്ചു കൊണ്ടാണ് ആ യജ്ഞങ്ങളെല്ലാം ചെയ്തത്. ഹേ രാജാവേ, 44 വേണ്ടവരം ചോദിച്ചുകൊള്ളൂ. എല്ലാ അഭിഷ്ടങ്ങളും അങ്ങേക്ക് വേണ്ട എല്ലാ അഭിഷ്ടങ്ങളും സാധിപ്പിച്ചു തരാം. എന്നെ കണ്ടവർ പിന്നീട് ദുഃഖിക്കുകയില്ല. 45 സുഗൻ പറയുകയാണ്. ഇത് കേട്ട മുചുകുന്ദൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് നാരായണനായി കണ്ട് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു. 46 സ്ത്രീ പുരുഷന്മാരായ 2 മനുഷ്യജാതികൾ നിന്റെ മായയിൽ മോഹിതരായിട്ട്, ഈ ഭൂമിയിൽ സ്ത്രീ പുരുഷന്മാരായ 2 മനുഷ്യജാതികൾ നിന്റെ മായയിൽ മോഹിതരായിട്ട് അനർത്ഥങ്ങളിൽ കണ്ണുവെച്ച്, എന്തെല്ലാമോ അനർത്ഥങ്ങളായ കാര്യങ്ങളിൽ ആഗ്രഹങ്ങൾ വെച്ച് നിന്നെ ഭജിക്കാറില്ല. അതായത് ഇവിടെയുള്ള ഭൂമിയിലുള്ള ജനങ്ങളൊന്നും നിന്നെ ഭജിക്കാറില്ല. അവരെല്ലാം അവരുടെ ഓരോ സ്വാർത്ഥ താല്പര്യത്തെ അനർത്ഥങ്ങളിൽ ഓരോ കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അതെല്ലാം അനർത്ഥത്തിലാണ് ജനിച്ചല്ലോ, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ അന്യോന്യം വഞ്ചിക്കപ്പെട്ടുകൊണ്ടും അവരെന്നിട്ട് വഞ്ചിക്കപ്പെടുകയാണ്. സുഖത്തിനായി ദുഃഖങ്ങളുടെ ഉറവിടമായ ഗൃഹത്തിൽ പറ്റിക്കൂടിക്കൊണ്ടിരിക്കുന്നു. സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ദുഃഖങ്ങളുടെ ഇരിപ്പിടമായ ഗൃഹത്തിൽ പറ്റിക്കൊണ്ടിരിക്കുന്നു, വീട്ടിൽ പറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദുഃഖങ്ങളുടെ ഇരിപ്പിടമാണ് വീട്. അതുകൊണ്ട് രക്ഷപ്പെടേണ്ടിക്കുന്ന വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. വീട് ദുഃഖത്തിൻ്റെ ഇരിപ്പിടമാണ്. ഭാഗവതം പഠിപ്പിക്കുന്ന എന്താണ്? വീട് ദുഃഖത്തിൻ്റെ ഇരിപ്പിടമാണ്. അവിടെ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്, സുഖം പ്രതീക്ഷിച്ചുകൊണ്ട്. ഒരു സുഖവും കിട്ടാൻ പോകുന്നില്ല വീട്ടിൽ താമസിച്ചാൽ.
ഭാഗവതം ആര് ഈ ആറ്റങ്ങളിൽ ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ന്യൂക്ലിയസ് പറയുകയാണ്. പക്ഷെ ന്യൂക്ലിയസിന് വളരെ സുഖമാണ്, അവിടെ ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ട് കഴിക്കുകയാണ്. ഇതെല്ലാം കെമിസ്ട്രി പഠിച്ചവർക്ക് പെട്ടെന്ന് ആശയങ്ങൾ പിടികിട്ടും, അല്ലാത്തവർക്ക് കെമിസ്ട്രി ഒന്ന് പഠിച്ചുകൊണ്ട് വരാം. കാരണം വേദത്തിലില്ലാത്തതായിട്ടൊന്നുമില്ല. ഇനി 47 യജ്ഞിക്കാതെ തന്നെ ഏതോ തരത്തിൽ മനുഷ്യദേഹം ലഭിച്ചിട്ട് പോലും ഒരു യജ്ഞവും നടത്താതെയാണ് നമുക്ക് ഈ മനുഷ്യദേഹം കിട്ടിയത്. നമ്മളെ യജ്ഞിച്ചിട്ടാണോ മനുഷ്യദേഹം കിട്ടിയിരിക്കുന്നത്? ഇങ്ങ് ജനിച്ചു വീണതാണ്. അല്ലാതെ ഞാൻ ജനിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ കുറേ ആരടുത്തുള്ള ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് തലയും ചൊറിഞ്ഞിട്ട് എന്നെ ഒന്ന് മനുഷ്യനായി ജനിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. എങ്ങനെയോ കിട്ടി. യജ്ഞിക്കാതെ തന്നെ ഏതോ തരത്തിൽ മനുഷ്യദേഹം ധരിച്ചിട്ടും ലഭിച്ചിട്ടും കെട്ടബുദ്ധിയായി കഴിയുന്ന മനുഷ്യൻ്റെ ബുദ്ധി കെട്ടബുദ്ധിയാണ്. അങ്ങയെ സേവിക്കാറില്ല, ആ ഈശ്വരനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. പശു പുല്ല് തിന്നാൻ കൊതിച്ചിട്ട്, ഉദാഹരണം പറയുകയാണ്, പശു പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കിണറ്റിൻ്റെ പാഴ്ക്കിണറിൽ വീഴുന്നത് പോലെ, പാഴ്ക്കിണറിൽ ഒരു പുല്ല് കണ്ടിട്ട് അത് തിന്നാൻ പോലെ വീഴുന്നത് പോലെ ഗൃഹമാകുന്ന പാഴ്ക്കിണറ്റിൽ വീഴുകയാണ് മനുഷ്യർ. ഇപ്പം ഗൃഹത്തിൻ്റെ അവസ്ഥ മനസ്സിലായല്ലോ. ഭാഗവതം പറയുന്നത് പാഴ്ക്കിണറിൽ വീഴുന്ന പോലെ, പശു വീഴുന്ന മാതിരി ഗൃഹത്തിൽ വന്ന് വീഴുകയാണ്, കഷ്ടപ്പാട് ദുഃഖിച്ചിട്ട് അവിടെ കിടന്ന് നരകിക്കുകയാണ്. അതുകൊണ്ട് വീട് വിട്ട് രക്ഷപ്പെട്ടാൽ, ആത്മീയവാദികളെങ്കിലും വീട് വിട്ട് രക്ഷപ്പെട്ടു കൊള്ളുക, സമാധാനം കിട്ടണ്ടിക്കില്ല, ബ്രഹ്മസാക്ഷാത്കാരം എല്ലാം ഉപേക്ഷിച്ചിട്ട്. അല്ലെങ്കിൽ ആ പാഴ്ക്കിണറിൽ കിടന്നിട്ട് സുഖവും പ്രതീക്ഷിച്ചുകൊണ്ട് യുക്തിവാദികളൊന്നും പോവില്ല, കാരണം അവർക്ക് ഇതൊന്നും വിശ്വാസമില്ല. അവർ വീട്ടിൽ കിടന്നിട്ട് നല്ല സുഖത്തിൽ ജീവിക്കുകയായിരിക്കും. എന്തോ അറിയില്ല, യുക്തിവാദികൾക്ക് വീട്ടിൽ സുഖമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആത്മീയവാദികൾ ഇത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ രക്ഷപ്പെടാം. രക്ഷപ്പെടാനൊന്നും ഇത് പറയുന്നില്ല, അങ്ങനെയൊന്നും രക്ഷപ്പെടാനും പറ്റൂല. എല്ലാവരും ചെയ്യേണ്ടത് ചെയ്തു പോയേ പറ്റൂ. ഇവിടെ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് പറയുന്നേ ഉള്ളൂ, എല്ലാവരും രക്ഷപ്പെടലൊന്നുമില്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നീ 48 വളർന്ന മതത്തോടെ രാജാവായിരുന്നു കൊണ്ട് പണ്ഡിതെന്തായിരുന്നു? വളരുന്ന കാലത്ത്, ആദ്യകാലത്ത്, സൃഷ്ടി നടത്തുന്ന കാലത്ത്, ആ ന്യൂക്ലിയസ് ഉണ്ടായ കാലത്ത് രാജാവായിരുന്നു കൊണ്ട്, ഞാൻ വലിയ രാജാവിനെ പോലെ ആയിരുന്നു. നശ്വരമായ ശരീരത്തെ ആത്മാവെന്ന് ധരിച്ചുകൊണ്ട്, അന്ന് നശ്വരമായ ആ ശരീരത്തിൽ ആത്മാവെന്ന് ധരിച്ചുകൊണ്ട് അറ്റം കാണാത്ത ചിത്തത്തോടെ അന്ന് എനിക്ക് മക്കളെല്ലാം ഉണ്ടായിരുന്നു. ഇലക്ട്രോണ്, പ്രോട്ടോണ് എല്ലാം ആ ന്യൂക്ലിയസിൻ്റെ അകത്തെല്ലാം ഉണ്ടായിരുന്നു. മക്കൾ, ഭാര്യ, ധനം, ഭൂമി എന്നിവയിൽ ആസക്തനായിക്കൊണ്ടും എൻ്റെ കഴിഞ്ഞ ജന്മം പാഴായിപ്പോയി. ആ ന്യൂക്ലിയസെല്ലാം ഉണ്ടായിട്ട് ആ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതം, ആ സമയം മുഴുവൻ ഞാൻ വെറുതെ മക്കളും അതും ഇതുമെല്ലാം ന്യൂക്ലിയസായി ആയ സമയത്ത് പ്രപഞ്ചം ഉണ്ടാക്കണം, ലോകം സൃഷ്ടിക്കണം, സ്വർണം ഉണ്ടാക്കണം, ആറ്റങ്ങൾ, ന്യൂക്ലിയസ്, വെള്ളി ഉണ്ടാക്കണം, ഇങ്ങനെയെല്ലാം ധനങ്ങൾ ഉണ്ടാക്കണം എന്നെല്ലാം ചിന്തിച്ചിട്ട് പാടുപെട്ടിട്ട് എൻ്റെ ജീവിതം വെറുതെ നശിപ്പിച്ചു. ഇപ്പം നല്ല സ്വസ്ഥമാണ്, അതിൻ്റെ അകത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി, ആരെങ്കിലും കയറി ചവിട്ടാതിരുന്നാൽ മതി. എന്നിട്ടോ ഈ കഴിഞ്ഞ ജന്മം പാഴായിപ്പോയി. മൺകുടം പോലെയും കിണർ പോലെ, അല്ലെങ്കിൽ മൺമതിൽ പോലെയും, മണ്ണിൻ്റെ കുടമായാലും മണ്ണിൻ്റെ മതിലായാലും എല്ലാം മണ്ണ് തന്നെയാണ്, പോലെയുള്ള ശരീരത്തിൽ മഹാരാജാവെന്ന വേരുറച്ചു പോയ ഞാൻ വലിയ രാജാവാണ് എന്നല്ല അന്ന് ചിന്തിച്ചിട്ട് നിൻ തിരുവടിയെ പരിഗണിക്കാതെ, അന്ന് ആത്മീയ കാര്യങ്ങളൊന്നുമില്ല, എപ്പോഴും വളരെ ആക്റ്റീവായിരുന്നു ആ സൃഷ്ടി നടക്കുന്ന ആദ്യ സമയത്ത്. ഇത് കെമിസ്ട്രി പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവുക പറയുന്നത്.
തേര്, ആന, കുതിര, കാലാൾ എന്ന് ചതുരംഗപ്പടയുടെ പടനായകന്മാരിൽ പരിവൃതനായി ഭൂമി മുഴുവനും സഞ്ചരിച്ച് അഹങ്കാരത്തോടെ കാലം കഴിച്ചു. അന്ന് ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ന്യൂക്ലിയസ് ഉണ്ട്. എവിടെയെല്ലാം പ്രപഞ്ചം ഉണ്ടാണ്. അങ്ങനെ ചന്ദ്രൻ ഉണ്ടാകേണ്ടിക്ക് ആടെ വേണം, ചൊവ്വ ഉണ്ടാക്കേണ്ടിക്ക് ആവ് വേണം, 14 ലോകങ്ങൾ ഉണ്ടാകേണ്ടിക്ക് അവിടെയെല്ലാം ഈ ന്യൂക്ലിയസ് എത്തണം, ആറ്റങ്ങളായിട്ട് മാറിയിട്ട്. അപ്പം അന്നെല്ലാം ലോകം മുഴുവൻ കറങ്ങിയായിരുന്നു ഈ കക്ഷി. അഹങ്കരിച്ചിട്ട് ഞാൻ തന്നെയാണ് എല്ലാം എന്ന് അഹങ്കരിച്ചിട്ട് കാലം കഴിച്ചു അഹങ്കാരത്തോടെ. എൻ്റെ 50 പറയാണ്, ഇത് ഇങ്ങനെ ചെയ്യണം, അതിങ്ങനെ ചെയ്യണം എന്നീ ചിന്തയോടെ നിന്തിരുവടിയിൽ അശ്രദ്ധനായി. നമ്മളിൽ നിന്ന് എന്താണ് ഓരോന്ന് ചെയ്യുന്ന ചിന്തയായി കിടക്കുക. ഇതാ ഇന്ന് അങ്ങനെ ചെയ്യണം, മറ്റേ നാളെ ഇങ്ങനെ ചെയ്യണം, അത് തന്നെയാണ് ഇതിങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്യണം എന്നുള്ള ചിന്തയോടെ നിന്തിരുവടി, ഇതിൻ്റെ പിന്നിലെല്ലാം കളിപ്പിക്കുന്ന ആ കക്ഷിയാണ് എന്നുള്ളതിൽ അശ്രദ്ധനായി ലാഭം ചിന്തിച്ചുകൊണ്ട്, കുറേ പണം ഉണ്ടാക്കണം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് വിഷയസുഖത്താൽ ആസക്തനായ മനുഷ്യൻ കാലസ്വരൂപനാകുന്ന നിൻതിരുവടിയെ ഓർക്കാതെ കടന്നു പോകുന്നു. മനുഷ്യരുടെ കാര്യം പറയുകയാണ്. ഞാനെന്ന് കാണിച്ച പോലെ ഈ മനുഷ്യരിപ്പോൾ ഓരോ ആഗ്രഹമൂത്ത് അത് വേണം, ഇത് വേണം, പണം ഉണ്ടാക്കണം, മറ്റേതെന്നെല്ലാം പറഞ്ഞ് നിൻതിരുവടിയുടെ പിന്നിലെല്ലാം കടന്ന് കളിപ്പിക്കുന്ന നിന്നെ മനസ്സിലാക്കാതെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശന്ന സർപ്പം എലിയെ പിടിച്ച് വിഴുങ്ങുന്നത് പോലെ കുറേ കാലം കഴിയുമ്പോൾ കാലം വന്നിട്ട് എന്ത് ചെയ്യും, അതിലെ കൈമ്പോൾ പിടിച്ച് വിഴുങ്ങിയിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇനി ഒരു കാലത്ത് 51 സ്വർണാലങ്കൃതമായ രഥത്തിലോ, നല്ല സ്വർണങ്ങളെല്ലാം അലങ്കരിച്ച രഥത്തിലോ അല്ലെങ്കിൽ ഗജത്തിലോ ആനേൻ്റെ പുറത്തോ സഞ്ചരിച്ച് രാജാവായി അറിയപ്പെടുന്ന ദേഹം. അപ്പം രാജാവിനെ പോലെ അങ്ങനെ ഷൈൻ ചെയ്യും, ഞാൻ ഈ രാജ്യത്തെ രാജാവാണ്, എൻ്റെ വലിയ ഇത്രയും കോടി വിലയുള്ള കാറിലല്ലേ പോവുള്ളൂ, അല്ലേ ആനപ്പുറത്ത്. പണ്ടേ കാലത്ത് ആനപ്പുറത്താണ്. ഇന്ന് കാറ്, കോടികൾ വിലയുള്ള കാറിൽ സഞ്ചരിച്ചുകൊണ്ട് പിന്നീട് കാലശക്തിക്ക് അടിമപ്പെട്ട് നിന്റെ തിരുവടിയാൽ പുഴു, വെണ്ണീർ എന്നിവയായിത്തീരുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ മരിക്കുമ്പോൾ വല്ല പുഴുവായിട്ടോ പിന്നെ ജനിക്കുന്ന പുഴുവായിട്ടായിരിക്കും, എവിടെയെങ്കിലും കിടന്നിട്ട് പുഴുക്കളായിട്ട് ശരീരം ദ്രവിച്ചു പോയല്ലേ വെണ്ണീരായിത്തീരും കാലം എത്തുമ്പോൾ. മനുഷ്യൻ്റെ സ്ഥിതി പറയുകയാണ്. പിന്നെ 52 എല്ലാ ദേശവും ജയിച്ചടക്കി, ലോകം മുഴുവൻ കീഴടക്കി, ഭയങ്കര ധീരനാണ്, ലോകം മുഴുവൻ കീഴടക്കി, എതിരാളിയില്ലാതെ. ഇനിയിപ്പോൾ എനിക്ക് ആരും എതിരാളിയില്ല, എല്ലാം ജയിച്ചിരിക്കുകയാണ്. രാജസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട്, ആ സിംഹാസനത്തിൽ ഇരുന്നിട്ട് മറ്റ് രാജാക്കന്മാരെല്ലാം ഇങ്ങനെ അഭിനന്ദിക്കും. ഇരിക്കുന്ന പുരുഷൻ ഇപ്പം എല്ലാ ലോകവും കീഴടക്കി, പിന്നെ ഒരു എതിരാളിയുമില്ല. ഇത് രാജസിംഹാസനത്തിലെടുക്കും, മറ്റുള്ള രാജാക്കന്മാരെല്ലാം സേവ ചെയ്യും. എന്ത് പറഞ്ഞെങ്കിലും സപ്പോർട്ടായിട്ട് ഇരിക്കുന്ന പുരുഷനെ ഗൃഹത്തിൽ പെണ്ണുങ്ങളുടെ കളിക്കുരങ്ങാക്കി നിൻ തിരുവടി അങ്ങുമിങ്ങും ചാടിക്കുന്നു. അങ്ങേര് ഭാര്യേൻ്റെ മുമ്പിലെത്തുമ്പോൾ ഒരു പെൺകുരങ്ങ് പെണ്ണുങ്ങളുടെ കളിക്കുരങ്ങായിട്ട് നിൻ തിരുവടി അങ്ങേരെ കൊണ്ട് ചാടിക്കുകയാണ്. ഈ പെണ്ണിനെ കൊണ്ട് കുരങ്ങൻ്റെ കളി കളിപ്പിക്കുകയാണ്. ഈ ലോകം മുഴുവൻ ജയിച്ച് സിംഹാസനത്തിരിക്കുന്ന രാജാവിന് ഒരു പെണ്ണിനെ കൊണ്ട്, ഭാര്യയായ ഒരു പെണ്ണിനെ കൊണ്ട് കുരങ്ങൻ കളി കളിപ്പിക്കുകയാണ്. ആര്? ഇതും ഈ പെണ്ണൊന്നുമല്ല കളിപ്പിക്കുന്നത്, നിൻ തിരുവടി. ഇനി 53 ബ്രഹ്മാദി തപോനിഷ്ഠയാൽ അധിഷ്ഠിതനായി. ഇനി ബ്രഹ്മാദി തപോനിഷ്ഠയെല്ലാം തപസ്സനുഷ്ഠിച്ച് ഭോഗസുഖങ്ങളിൽ നിന്നും വിവരിച്ച്, എനിക്ക് ഈ ഭോഗസുഖത്തിലൊന്നും വേണ്ട, താല്പര്യമില്ലാതെ
പ്രതാപത്തിൽ നടക്കുകയാണ്. പക്ഷെ എന്താണ്, ആ ഭോഗസുഖങ്ങളെ ത്യാഗം ചെയ്തുകൊണ്ടും മനുഷ്യർ കർമ്മം അനുഷ്ഠിക്കുന്നു. എൻ്റെ കർമ്മം ചെയ്യാണ്, ഏതോ സ്ഥാനത്തിരുന്നിട്ട് എനിക്കിതിലൊന്നും താല്പര്യമില്ല. എന്നാൽ ഇനിയും സാർവഭൗമനായി ഇനിയുള്ള ജന്മത്തിലും ഭവിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട്. ഇനിയും അടുത്ത ജന്മം വേണം. മരിക്കാൻ താല്പര്യമൊന്നുമില്ല, ഒന്നിനും താല്പര്യമൊന്നുമില്ല. നല്ല ഒരു പ്രതാപത്തിൽ അങ്ങനെ ഞാൻ അങ്ങനെയാണ്, ആത്മീയത്തിൻ്റെ വലിയ ആളാണ് നല്ല ഇരിക്കും. പക്ഷേ മരിച്ചിട്ട് അടുത്ത ജന്മത്തിൽ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹമാണെങ്കിൽ അവർ സുഖം അനുഭവിക്കാൻ പോകുന്നില്ല, ഒരു സുഖവും കിട്ടാൻ പോകുന്നില്ല. ഇതെല്ലാം വേഷം കെട്ടൽ മാത്രമല്ലാതെ സുഖം എന്നത് ഈ ലോകത്തിൽ അടുത്ത ജന്മത്തിലും ഈ പ്രതാപത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ സുഖം കിട്ടാൻ പോകുന്നില്ല. പിന്നെ സുഖം കിട്ടണമെങ്കിൽ എന്ത് വേണം? എല്ലാം വിട്ടെറിഞ്ഞ് പോകണം. അല്ലാതെ ഇവിടെ ഇരുന്നു കൊണ്ട് നല്ല പ്രതാപത്തിൽ എനിക്ക് ഭൗതിക സുഖത്തിലൊന്നും ഞാൻ ആത്മീയമാണ് എന്നെല്ലാം ഇരുന്നു കൊണ്ട് എനിക്ക് സിമ്പിൾ ജീവിതമാണ് എന്നെല്ലാം ധരിച്ചുകൊണ്ട് ആളുകാരെയെല്ലാം വിളിച്ചുകൊണ്ട് ഇരുത്തി പ്രഭാഷണമെല്ലാം നടത്തി ഇങ്ങനെ നടക്കുകയാണെങ്കിലൊന്നും ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല, സുഖവും കിട്ടാൻ പോകുന്നില്ല. സുഖം കിട്ടണമെങ്കിൽ കളഞ്ഞു കെട്ടിപ്പോവുക, വേറെ കൊടുക്കു വഴിയൊന്നുമില്ല. 54 സംസാര ചക്രത്തിൽ ഉഴലുന്ന മനുഷ്യർ സംസാര നിവൃത്തിക്ക് സമയമെടുക്കുമ്പോൾ സജ്ജന സംസർഗമുണ്ടാകും. സംസാര ചക്രത്തിൽ അങ്ങനെ ഉഴലുഞ്ഞ് നടക്കുന്നവർക്ക് സംസാര നിവൃത്തിക്ക് സമയമെടുക്കുമ്പോൾ അത് ആ ശക്തി തന്നെ തീരുമാനിക്കണം. ഇവനിനി ജോലിയില്ല, ഇനിയുള്ള ജന്മങ്ങളിലും ഇവനെ കൊണ്ടൊരു ജോലിയും എടുക്കാനില്ല എന്ന അവസ്ഥ വരുന്നതിനാണ് സംസാര നിവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അവനിൽ ആഗ്രഹമുണ്ടാക്കില്ല. ആഗ്രഹമുണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യുന്നത്. നമ്മുടെ കർമ്മമെല്ലാം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുണ്ടാകില്ല. അങ്ങനെ ആഗ്രഹമില്ലാതെ വരുമ്പോൾ വിരക്തി ഉണ്ടാകും. വിരക്തി ഉണ്ടാകുമ്പോൾ നമ്മൾ സജ്ജന സംസർഗം ഉണ്ടാകും. അപ്പോൾ ഈ വേദങ്ങളെ പറ്റി ഇങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരത്തിനെ പറ്റി ആരെങ്കിലും പറയുന്നത് കേൾക്കാനുള്ള മനസ്ഥിതി അവർക്കുണ്ടാകും. അവർക്ക് സജ്ജന സംസർഗം ഉണ്ടാകും. അപ്പോഴേ നിന്തിരുവടിയിൽ ശരിയായ ബുദ്ധി ഉണ്ടാകും. അപ്പോൾ മാത്രമേ ഈ നിന്തിരുവടിയിൽ ശരിയായ ബുദ്ധി വരികയുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഇതൊന്നും ഏൽക്കാൻ പോകുന്നില്ല. ഇനി യാദൃച്ഛികമായി 55 പറയാണ്, രാജ്യഭരണ സംബന്ധമായ കർമ്മത്തിൽ നിന്നുള്ള വേർപാട് എനിക്ക് നിന്തിരുവടിയാൽ കിട്ടിയ അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഇങ്ങനെ കടന്നുറങ്ങിയിട്ട് ഈ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ നിൽക്കാനുള്ള അനുഗ്രഹം കിട്ടിയത് നിൻ തിരുവടിയുടെ അനുഗ്രഹത്താലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ആദ്യം ന്യൂക്ലിയസ് ആണ് ഉണ്ടായത്. ന്യൂക്ലിയസ് വളരെ ആക്റ്റീവാണ്, അതാണ് ആറ്റങ്ങളായി മാറുന്നതിന് പ്രവർത്തിച്ചത്. ആറ്റങ്ങളായതിൻ്റെ ശേഷം പിന്നെ ന്യൂക്ലിയസിന് ജോലിയൊന്നുമില്ല. അത് നിയമം, സയൻസ്, കെമിസ്ട്രി. അതാരുണ്ടാക്കിയ കെമിസ്ട്രി? നിന്തിരുവടി, ശ്രീഹരി. വേദങ്ങൾ, സയൻസ്, അതുമല്ല ഇതിൽ നിന്ന് വന്നാണ് നിന്തിരുവടി. അപ്പം നിന്തിരുവടിയുടെ അനുഗ്രഹം കൊണ്ടാണ് ആറ്റമായതിൻ്റെ ശേഷം എനിക്ക് ന്യൂക്ലിയസിനെ റെസ്റ്റ് എടുക്കാൻ അനുഗ്രഹമുണ്ടായത്. ഇത് തന്നെയാണ് യജ്ഞികളും ഏകാന്ത തപസ്സനുഷ്ഠിക്കുന്ന ഭൂപതികളും പ്രാർത്ഥിക്കുന്നത്. ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയുള്ളൊരവസ്ഥയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ച് വിരക്തന്മാരിൽ കൂടി ഉണ്ടാകുന്ന വിരക്തന്മാരിൽ കൂടി ഉണ്ടാകുന്ന നിൻതിരുവടിയുടെ തൃപ്പാദ സേവ എന്ന ആഗ്രഹം മാത്രമേ എനിക്ക് ഇപ്പോൾ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് നിൻതിരുവടിയുടെ തൃപ്പാദ സേവ എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ.
അങ്ങേക്ക് വേണ്ടി എന്ത് കർമ്മം ചെയ്യണോ അത് മാത്രമേ എനിക്കിപ്പം താല്പര്യമുള്ളൂ. ന്യൂക്ലിയസിന് എന്തേ താല്പര്യമുള്ളൂ? അങ്ങേക്ക് വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്യുക. എപ്പോഴെങ്കിലും ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടേണ്ട ആവശ്യം വരുമ്പോൾ പൊട്ടുക, അത്രമാത്രമേ. അതാ ശക്തി തീരുമാനിക്കണം. പോയി ന്യൂക്ലിയർ ബോംബ് ഇട്ടോ. കാരണം 2ാം ലോകമഹായുദ്ധത്തിലിട്ട് ഇനി 3ാം ലോകമഹായുദ്ധത്തിലും ഒരുക്കി ഇടുന്നുണ്ട്. ആരോഗ്യം ഇടുന്നുണ്ട്, അശ്വത്ഥാമാവ് ഇടുന്നുണ്ട്. അതും കൃഷ്ണൻ പറഞ്ഞിട്ട് തന്നെ അവനെ കൊണ്ട് ഇടിപ്പിക്കുകയാണ്. അപ്പം നിന്തിരുവടിയുടെ സേവനം ആവശ്യം വരുമ്പോൾ ഞാൻ ചെയ്തോളാം. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവേകിയായ ഏതൊരുവനാണ് മോക്ഷദാതാവായ തിരുവടിയിൽ നിന്ന് ആത്മാവിനെ സംബന്ധിച്ചുളവാകുന്ന വിഷയങ്ങൾ ചോദിക്കുന്നത്. ആത്മാവിൽ നിന്നും ഭൗതികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാണ് ബുദ്ധിയുള്ളവർ ചോദിക്കുക? ആരും ചോദിക്കില്ല എന്ന് പറയുകയാണ്. ആകയാൽ രജസ്, തപസ്, സത്വം, രജോ തമോ സത്വഗുണം മൂലാവിയുമായി ബന്ധപ്പെട്ട സർവവരങ്ങളും ഉപേക്ഷിച്ച് എനിക്ക് ഈ 3 ഗുണങ്ങളിലൂടെയാണ് പ്രപഞ്ചമുണ്ടായത്. ആ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും വേണ്ട. നിരുപാധികവും ഒരു ഉപാധിയുമില്ലാത്തവനും നിർഗുണനും അദ്വിതീയനും വിജ്ഞാനമയനുമായ പരമപുരുഷനായ നിന്തിരുവടിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയെയാണ് ശരണം പ്രാപിക്കുന്നത്. ഈ സംസാരത്തിൽ താപത്രയത്താൽ ബഹുകാലമായി തപിക്കുന്നവനും 58. ഈ സംസാരത്തിൽ ഇപ്പോഴ് താപത്രയത്താൽ ബഹുകാലമായി ഞാൻ തപിക്കുകയാണ്. അപ്പൊ ഇവനും താപമുണ്ട്. ആർക്ക്? ഈ ന്യൂക്ലിയസിനും, ആറ്റത്തിന്റെ ന്യൂക്ലിയസിനും തപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരത്തിൽ താപത്രയത്താൽ ബഹുകാലമായി തപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ബഹുകാലമായിട്ട് തപിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റം? അതാണ് റേഡിയോ ആക്റ്റീവ് ആറ്റം. അത് സ്റ്റേബിൾ അല്ല. റേഡിയോ ആക്റ്റീവ് വസ്തുക്കളിൽ നിന്ന് വികിരണങ്ങൾ ഉണ്ടാകും. അതിങ്ങനെ ഗ്രാജുവലായിട്ട് ഡി കെ സംഭവിച്ചുകൊണ്ടാണ് അവസാനം സ്റ്റേബിളായ അവസ്ഥയെ പ്രാപിക്കുന്നത്. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ സാധാരണ ആറ്റം എടുത്തിട്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആയിട്ടുള്ള ആറ്റങ്ങൾ, പ്രത്യേകതയായിട്ടുള്ള ആറ്റങ്ങൾ തന്നെ വേണം. അപ്പം അത് തപിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റങ്ങളാണ്. അപ്പം ഇവനും സ്റ്റേബിൾ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ഇവനെ എടുത്തിട്ടാണ് ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെന്ത് പറയുകയാണ്? ഈ സംസാരത്തിൽ താപത്രയത്താൽ ബഹുകാലമായി തപിക്കുന്നവനും ദുഷ്കർമ്മത്താൽ കഷ്ടപ്പെടുന്നവനും. അതുകൊണ്ട് എനിക്കും കഷ്ടപ്പാടെല്ലാം ഉണ്ട്. ഞാനും തപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കണ്ടില്ലേ, യുറാനിയെല്ലാം സംസ്കരിച്ചെടുക്കുന്നു എന്ന് പറയുന്നില്ലേ? ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണ്ടെങ്കിൽ അതിനെ സംസ്കരിച്ചെടുക്കണം. ആ സംസ്കരിച്ചെടുക്കുന്ന ആറ്റം അത്ര സ്റ്റേബിൾ അല്ല. അപ്പം അതിനും കഷ്ടപ്പാടും താപവും എല്ലാം ഇതിൻ്റെ അടുക്ക് കിടക്കുന്നുണ്ട്. ആഗ്രഹം നശിച്ചിട്ടില്ലാത്തവനും, അവനും ആഗ്രഹം നശിച്ചിട്ടൊന്നുമില്ല, അവനും പൊട്ടിത്തെറിക്കാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. ശത്രുക്കളോടുകൂടി 6 ശത്രുക്കളോട് കൂടിയവനും, 6 തരം ശത്രുക്കളോട് കൂടിയവനും. അപ്പോൾ ആ ന്യൂക്ലിയർ വസ്തുക്കൾ സംസ്കരിച്ചെടുക്കുന്ന യുറാനിയമാണ് ഇവിടെ പൊട്ടിത്തെറിച്ചത്. ആ യുറാനിയത്തിൻ്റെ ന്യൂക്ലിയസിൽ കയറിയിട്ടാണ് ഈ കൃഷ്ണൻ സംസാരിക്കുന്നത്. എല്ലാം സ്റ്റേബിളായതല്ല. ശാന്തി ലഭിച്ചിട്ടില്ലാത്തവനുമായ ഞാൻ എങ്ങനെയാണോ ഭാഗ്യവശാൽ ഭയം തീണ്ടാത്തവനും സത്വസ്വരൂപനും ശോകരഹിതനുമായ ഭഗവാന്റെ
പാതാരബിന്ദത്തെ പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ അങ്ങേ എനിക്ക് കാണാൻ പറ്റി. ഞാനിപ്പോൾ തപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സംസ്കരിച്ച യുറാനിയം പോലെയുള്ള വസ്തുവാണ് ഈ ആറ്റം. അതിൻ്റെ അകത്ത് താപമുണ്ട്. അതിന് ശത്രുക്കളെ നേരിടാനുള്ള കഴിവുണ്ട്. അതിനെ ഉള്ളിലെ ആഗ്രഹങ്ങളും തപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗ്രഹം ശമിച്ചിട്ടൊന്നുമില്ല. പൊട്ടിത്തെറിക്കേണ്ട ആഗ്രഹമല്ല ഇന്നുമുണ്ട്. DK സംഭവിക്കാനുള്ള ആഗ്രഹമാണ്. DK എന്നെല്ലാം പറഞ്ഞാൽ എന്താ, കെമിസ്ട്രിയിൽ പഠിച്ചാൽ അറിയാം. അങ്ങനെയുള്ള എനിക്കാണ് അങ്ങേ ദർശിക്കാൻ അവസരം കിട്ടിയത്. അതിനാൽ ഹേ സർവേശ്വര, ആപത്തിലകപ്പെട്ട എന്നെ കാത്തുകൊള്ളുക. ഞാൻ ആപത്തിലകപ്പെട്ടിരിക്കുകയാണ്. ഈ ആറ്റത്തെ എപ്പോഴും കയറിയിട്ട് പൊട്ടിച്ച് കളിക്കും. ഞാൻ ആപത്തിലകപ്പെട്ടിരിക്കുകയാണ്, എന്നെ രക്ഷിക്കണം. ഞാനും പൊട്ടിത്തെറിയുടെ അവസ്ഥയിലാണുള്ളത്. അപ്പം അവനും ആഗ്രഹമുണ്ട്. അത് കേട്ടപ്പോൾ ശ്രീ ഭഗവാൻ പറയുകയാണ്, സകല ഭൂമണ്ഡലത്തിൻ്റെയും അധിപനായ രാജാവേ, സകല ഭൂമണ്ഡലത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളുടെയും അധിപനായ രാജാവ്. കാരണം ആറ്റങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സകല ഭൂമണ്ഡലങ്ങളുടെയും അധിപനായ രാജാവേ, അങ്ങയുടെ ബുദ്ധി തെളിഞ്ഞതും, അങ്ങയുടെ ബുദ്ധി നല്ല തെളിഞ്ഞതുമാണ്, കേൾപ്പുള്ളതുമാണ്. കാരണം വരങ്ങളാൽ പ്രലോഭിക്കപ്പെട്ടിട്ടും, ഞാൻ അങ്ങോട് വരം വേണമെന്നാണ് ചോദിച്ചത്, അതിൽ പ്രലോഭിപ്പിക്കപ്പെട്ടിട്ടും അങ്ങയുടെ ബുദ്ധി കാമങ്ങളിൽ ആകൃഷ്ടമായില്ല. ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും അങ്ങയുടെ ബുദ്ധി ആയില്ല. എന്നാലും കുറച്ച് പ്രലോഭനം ഉണ്ടായിട്ടുണ്ട്. എന്താണത്? വരങ്ങളെ കൊണ്ട് പ്രലോഭിപ്പിക്കപ്പെടുന്നത്. ഞാൻ വരം ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പ്രലോഭിപ്പിക്കലാണ്. നിങ്ങൾക്ക് വല്ല ഉള്ളിൽ കാമം എന്തെങ്കിലും ബാക്കിയുണ്ടോ, എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടി. ഭക്തന്മാരുടെ ബുദ്ധി പിഴവ് പറ്റരുത് എന്ന് ചിന്തിച്ചാണ് ഞാനെപ്പോഴും ഓരോ വരം വേണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആഗ്രഹമുള്ളവനാണെങ്കിൽ എനിക്കിന്ന വേണമെന്ന് പറയും. അത് പറ്റരുത് എന്ന ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്ത് പറയണം? ഒന്നും വേണ്ട എന്നങ്ങ് ഉറപ്പിച്ച് പറഞ്ഞോളണം. ഏകാന്ത ഭക്തരുടെ ബുദ്ധി പിഴക്കില്ല. ശരിയായ ഭക്തരാണെങ്കിൽ അവർ പിഴക്കില്ല. ചോദിച്ചാൽ ഒന്നും വേണ്ട എന്ന് പറയും. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എന്ത്? എനിക്ക് കുറേ താപം കിടക്കുകയാണ്, അതെല്ലാം ഒന്ന് തീർത്ത് തരണം. പൊട്ടിത്തെറിക്കുന്ന മാതിരിയുള്ള ആഗ്രഹം സഫലീകരിച്ചിട്ടില്ല, അതുകൊണ്ട് എന്നെ ഒന്ന് ശാന്തമാക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ കാമൊന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് ശക്തിയിൽ പൊട്ടിത്തെറിക്കണം എന്നൊന്നും ചോദിച്ചില്ല. എൻ്റെ പൊട്ടിത്തെറിക്കേണ്ട സ്വഭാവമൊന്നും ഇല്ലാതാക്കാനാണ് പറഞ്ഞത്. പ്രാണായാമത്താൽ മനോനിയന്ത്രണം നേടിയവരും എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വിഷയങ്ങളിലേക്ക് തിരിച്ചു പോകും. പ്രാണായാമമെല്ലാം പ്രാക്ടീസ് ചെയ്ത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാമെന്ന് തീരുമാനിച്ച ആളാണെങ്കിലും എന്നിൽ ശരിക്കും മനസ്സ് വെച്ചിട്ടില്ലെങ്കിൽ വഴിതെറ്റി പിന്നെയും സുഖത്തിൻ്റെ പിന്നാലെ ഓടും. അത് കാണുന്നുണ്ട്. അതുകൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് ഇഷ്ടം പോലെ ഭൂമിയിൽ സഞ്ചരിച്ചു കൊള്ളുക. അങ്ങെന്ത് ചെയ്യണം? എന്നിൽ മനസ്സുറപ്പിച്ചിട്ട് ഇഷ്ടം പോലെ ഭൂമിയിൽ സഞ്ചരിച്ചു കൊടുക്കുക. ആറ്റങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തും, ഏത് വസ്തുവിൽ എന്താണുള്ളത്? ആറ്റങ്ങൾ തന്നെയാണ്. അങ്ങനെ എന്നിലുള്ള ഭക്തി ഒരിക്കലും നശിക്കാതിരിക്കട്ടെ. എന്നിലുള്ള ഭക്തി നശിക്കാതെ അകത്തങ്ങനെ ശാന്തമായി ഇരുന്നു കൊള്ളുക. ക്ഷത്രിയ ധർമ്മത്തിൽ സ്ഥിതനായി, നീ ക്ഷത്രിയ, കാരണം പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ്. ക്ഷത്രിയ ധർമ്മത്തിൽ സ്ഥിതനായി നായാട്ടുകൊണ്ടും മറ്റും അങ്ങ് മറ്റ് പ്രാണികളെ കൊന്നിട്ടുണ്ട്. പണ്ട് നായാട്ടുകൊണ്ടും മറ്റും മറ്റ് പ്രാണികളെ കൊന്നിട്ടുണ്ട്. അതായത് ഈ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചാൽ ശരീരത്തിലെല്ലാം
മനുഷ്യർക്ക് ഹാനികരമാണ്. ഇതെല്ലാം റേഡിയോ ആക്റ്റീവ് വസ്തുക്കളാണ്. ഈ ബോംബെല്ലാം ഉണ്ടാക്കുന്നത് സ്റ്റേബിൾ ആറ്റമല്ല, റേഡിയോ ആക്റ്റീവ് സംസ്കരിച്ചെടുത്ത യുറാനിയം പോലെയുള്ള വസ്തുക്കളെല്ലാം തന്നെ, റേഡിയോ ആക്റ്റീവ് വസ്തുക്കളെല്ലാം തന്നെ പ്രാണികളെ നശിപ്പിക്കും. അതുകൊണ്ടാണ് നിനക്ക് പണ്ട് നായാട്ട് കൊണ്ടും മറ്റു പ്രാണികളെ കൊന്നിട്ടുണ്ട്. എന്നെ തന്നെ ആശ്രയിച്ച് ജിതേന്ദ്രനായാൽ ആ പാപത്തെ നിനക്ക് തപസ്സിനാൽ നശിപ്പിച്ചു കൊള്ളാം. അതായത് എന്നെ തന്നെ ആശ്രയിച്ച് നീ ഇരിക്കുക. അപ്പം നിന്റെ പാപം താൽക്കാലികമായി ഗ്രാജുവലായിട്ട് നശിച്ചോളൂ. എന്താ പറയുന്നതിൻ്റെ അർത്ഥം? റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ഗ്രാജുവലായിട്ട് ഡീക്കേ ചെയ്ത് വന്നിട്ട് അവസാനം സ്റ്റേബിളായ ഒരു വസ്തുവിലേക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം എത്തിച്ചേരും. എനിക്ക് സ്ഥായിയായിട്ട് ഇരിക്കണം എന്നല്ലേ പറഞ്ഞത്. കുറേ കാലം എന്നെ തന്നെ വിചാരിച്ചിരുന്നോളൂ. അപ്പോൾ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളിൽ നിന്ന് ഡീക്കേ ആയിട്ട് അതിനകത്ത് നിന്ന് റേഡിയേഷൻ പുറത്ത് വന്ന് അവസാനം അതിൻ്റെ ശക്തി നശിച്ചിട്ട് ഒരു കാലം എന്തായി തീരും? സ്റ്റേബിളായിട്ട് തീരും. അങ്ങനെ അടുത്ത ജന്മത്തിൽ എല്ലാ പ്രാണികളെയും സ്നേഹിക്കുന്നതിന് പാത്രീഭൂതി ഭവിച്ചിട്ട് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായി ഭവിച്ച് കേവലാത്മാവായ എന്നെ പ്രാപിക്കും. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ പുതിയൊരു ജന്മം, പുതിയൊരു ആറ്റമായി മാറും. അതാണ് അടുത്ത ജന്മത്തിൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഇങ്ങനെ മാറി വന്നിട്ട് അവസാനം ഒരു പുതിയ ആറ്റമായിട്ട് മാറും. അപ്പോൾ എന്നെ പ്രാപിക്കും. പിന്നെ അത് സ്റ്റേബിളാണ്. പിന്നെ ആറ്റത്തിനൊരു കുഴപ്പവും ഇല്ല. ജനങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല വസ്തുവായിട്ട് മാറും. എല്ലാം കുറേ കെമിസ്ട്രിയാണ്. കെമിസ്ട്രി അറിയുന്നവർക്ക് പെട്ടെന്ന് ആ കാര്യം പിടികിട്ടും. അല്ലാത്തവർക്ക് മനസ്സിലാവുമായിരിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല.